നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 771 day, 71st day. Today 51st sloka of 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 771 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 51ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 51ാമത്തെ ശ്ലോകം. തത്രാഹാമർഷിതോ ഭീമത്തസ്യ ശ്രേയാൻ വദസ്മൃതാ ന ഭർത്തൂരാത്മനശ്ചാർത്തേ യോഹൻ സുപ്താൻ ശിശൂൻ വൃഥാ. ഓം തത്സത്. തത്രാഹമർഷിതോ ഭീമ തസ്യ ശ്രേയാൻ വദസ്മൃതാ ന ഭർത്തൂർ ആത്മനശ്ചാർത്തേ യോഹാൻ സുപ്താൻ ശിശൂൻ വൃഥാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തത്ര ആഹം അമർഷിത ഭീമ തസ്യ ശ്രേയാൻ വദ സ്മൃത ന ഭർത്തു ആത്മന അർത്ഥേ ന ഭർത്തൂനാത്മനശ്ചാർത്തേ എന്നുള്ള ആ ഒരു വാക്ക് ന ഭർത്തു ആത്മന ച ആർത്തേ യോ അഹൻ യ അഹൻ സുപ്താൻ ശിശൂൻ വൃത. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. തത്ര അവിടെ, അമർഷിത അമർഷത്തോടെ അതായത് ക്രോധിച്ചിരിക്കുന്ന, ഭീമൻ ആഹ പറഞ്ഞു, യാതൊരുത്തൻ, സുപ്താൻ ഉറങ്ങുന്നവനായ, ശിശൂൻ കുട്ടികളെ, ഭർതൃ സ്വാമിയുടെയോ, ആത്മന ച തൻ്റെയോ, അർത്ഥേ ആവശ്യത്തിനായിട്ട്, അർത്ഥേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആവശ്യത്തിനായിട്ട് എന്നാണ്. ന അല്ല, വൃത തങ്ങളുടെ ആവശ്യത്തിനെ രക്ഷിക്കാനോ അല്ലെ തങ്ങളുടെ അത്യാവശ്യത്തിനോ ആയിട്ടോ അല്ലാതെ വൃഥ വ്യർത്ഥമായിട്ട്, അഹൻ ഹനിച്ചുവോ, തസ്യ അവൻ്റെ, വധം ശ്രേയാൻ ശ്രേയസ് എന്ന് സ്മൃതി, ശ്രേയാൻ എന്ന് പറയുമ്പോൾ ശ്രേയസ് എന്ന് വരികയാണ്. സ്മൃതിയിൽ നിരൂപിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഭീമൻ ഏറ്റവും അധികം ക്രോധിച്ചത് ഭീമനായിരുന്നു. ഭീമൻ വളരെ ക്രോധത്തോടു കൂടി അവിടെ ഇരിക്കുന്ന ഭീമൻ പാഞ്ചാലിയുടെ വാക്ക് കേട്ട് മറ്റുള്ളവരൊക്കെ അവളുടെ പാഞ്ചാലിയുടെ ധർമ്മബോധത്തെ അനുമോദിച്ചപ്പോൾ ഭീമന് കോപമാണ് ഉണ്ടായത്. ഭീമൻ കോപിച്ചുകൊണ്ട് ഇപ്രകാരം രാജ്ഞിയുടെ പാഞ്ചാലിയുടെ വാക്കിനെ അനുമോദിച്ചില്ല. അദ്ദേഹം എതിർത്ത് ഇപ്രകാരം പറഞ്ഞു, തനിക്കും തൻ്റെ സ്വാമിക്കും, അതായത് അശ്വത്ഥമാവിനും ഈ കുട്ടികളെ വധിച്ചതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ യജമാനനായ ദുര്യോധനനും ഒരു ആവശ്യമില്ലാത്ത ഒരു വധമായിരുന്നു അത്. സ്വാമിക്കും യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ വഴിയില്ലാത്ത ശിശുവധം യാതൊരുത്തൻ ചെയ്തുവോ അവനെ വധിക്കുന്നതാണ് അവന് തന്നെ ശ്രേയസ്കരം. ഇല്ലെങ്കിൽ അപ്രകാരം വധിച്ചാൽ അവൻ സ്വർഗപ്രാപ്തിയിലേക്ക്, ഇല്ലെങ്കിൽ അവൻ നരകത്തിൽ, അധർമ്മപ്രവൃത്തിക്ക് ഉചിതമായ നരകത്തിൽ എത്തിച്ചേരും. മുന്നേ ശ്രീകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്, അധർമ്മപ്രവൃത്തി ചെയ്യുന്നവരെ രാജാക്കന്മാർ ശിക്ഷിക്കുന്നത് കൊണ്ട് അവർക്ക് ആ അധർമ്മപ്രവൃത്തിയുടെ ഫലം അപ്പോൾ തന്നെ ലഭിച്ച് അവർക്ക് ശ്രേയസ് ലഭിക്കും. ഇല്ലെങ്കിൽ അവർ ആ അധർമ്മപ്രവൃത്തിയുടെ ഫലം ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന്.
അപ്രകാരം തന്നെ ഭീമൻ ഇവിടെ ക്രോധത്തോടു കൂടി പറയുകയാണ്, ഇത്തരം ഒരു അധർമ്മ പ്രവൃത്തി തനിക്കോ തൻ്റെ യജമാനനോ ഒന്നും ആവശ്യമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളുടെ സുപ്താൻ ശിശുവിൻ വൃഥ, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വൃഥാവായിട്ട് ആവശ്യമില്ലാതെ വധിച്ച ഈ അശ്വത്ഥമാവ് വധാർഹനാണ്, അദ്ദേഹത്തെ വധിക്കേണ്ടതാണ്, അദ്ദേഹം വധത്തിന് അർഹനാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. മറ്റുള്ളവരൊക്കെ ധർമ്മപുത്രരും നകുലനും സഹദേവനും മറ്റു എല്ലാവരും പാഞ്ചാലി പറഞ്ഞത് അനുമോദിച്ചു. അർജുനൻ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തതാണ്. ഇപ്പോൾ പാഞ്ചാലി വധിക്കരുത് എന്ന് പറയുന്നു, ഭീമൻ വധിക്കണം എന്ന് പറയുന്നു. ആകപ്പാടെ വിഷമത്തിലായ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതാണ് അടുത്ത ശ്ലോകം. ഈ ശ്ലോകം ഒരിക്കൽ കൂടി. തത്രാഹാമർഷിതോ ഭീമ തസ്യ ശ്രേയാൻ വധസ്മൃത ന ഭർത്തുരാത്മനശ്ചാത്യേ യോഹൻ സുപ്താൻ ശിശുൻ വൃഥ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.